ഹായ് ഹലോ നമസ്കാരം, ഞാൻ നോഫൽ ഭാഷ. ഇന്നൊരു Q&A സെഷനാണ്. സഹീർ എന്ന ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എനിക്ക് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചത്, ഹായ്, ഞാൻ സഹീർ, ഇക്കയുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു, നൈസാണ്, താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നത് ഒന്നോ രണ്ടോ പേരാണെങ്കിലും അവർക്കത് ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനിൽ ജസ്റ്റ് ഒരു ബിഗിനറാണ്. ഓക്കെ, ഇപ്പോൾ +2 കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് കറക്റ്റ് അറിയില്ല. ഏതൊക്കെ സോഫ്റ്റ്വെയർ പഠിക്കണം, എന്തൊക്കെ തരം വർക്ക്സാണ് പഠിക്കേണ്ടത്. തിരക്കിയപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാണെന്ന് കേട്ടു. ഏത് കോഴ്സ് എടുത്താണ് ഞാൻ പഠിക്കേണ്ടത്? ഫുൾ കൺഫ്യൂഷനാണ്, ഹെൽപ്പ് ചെയ്യാമോ? ഇതേ സിറ്റുവേഷനിൽ ഒരുപാട് പേർ ഉണ്ടാകും, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ആൾ ചോദിച്ചത്. ഗ്രാസ് ലെവൽ മുതൽ എങ്ങനെ ഇതിലേക്ക് എത്താം എന്നൊക്കെ. താങ്ക്സ് ഫോർ ദ വീഡിയോസ്. സഹീർ, വളരെ സന്തോഷമുണ്ട് താങ്കൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിൽ ഒരു ബിഗിനറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി. +2 കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് കറക്റ്റ് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ആക്ച്വലി സഹീർ ഒരു ലക്കി മാൻ ആണെന്ന് പറയാം. കാരണം +2 കഴിഞ്ഞ് നിൽക്കും, +2 കഴിഞ്ഞതും എന്താണ് നമ്മുടെ ഫീൽഡ് എന്ന് ചിന്തിക്കേണ്ടി വന്നല്ലോ. അതൊരു നല്ല കാര്യമാണ്. കാരണം ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഫീൽഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രി നമ്മൾ നമ്മുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി നമുക്ക് ചെയ്യും. അപ്പോൾ ഡിഗ്രി ചെയ്ത പോലെയുമായി നമുക്ക് നമ്മുടെ ഫീൽഡിലെ കുറേ കാര്യം അറിഞ്ഞ പോലെയായി. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മൾട്ടിമീഡിയ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ബിസ്കോം, പിന്നെ മൾട്ടിമീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. എവിടെയാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ്, നല്ല സിലബസ് എവിടെയാണുണ്ട്. കുറച്ച് ദൂരെയാണെങ്കിലും നിങ്ങൾ പോയിട്ട് 3 ഇയേഴ്സ് സീരിയസ് ആയിട്ട് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട്, അതായത് ഫ്രഷർ ആകുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയും. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ ചെയ്തത് മൾട്ടിമീഡിയ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷർ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രഷർ ആവുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് ഇപ്പോൾ റെഗുലർ സ്റ്റഡീസൊന്നും അത്ര അവൈലബിൾ അല്ല, എല്ലാവരും പേടിക്കുകയാണ് രോഗം പടരുമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അതും കൂടി മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. റെഗുലർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങൾ ഡിഗ്രി എന്തായാലും ചെയ്യണം. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, എപ്പോഴും നമുക്കൊരു പവറാണ് ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ. എവിടെ പോയാലും എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഏജ് ആകുന്നതോറും നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകും, പലതും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. സോ ഡിഗ്രി എന്നുള്ളത് ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ് ഇന്നൊക്കെ. പണ്ടൊക്കെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞത് നമുക്ക് വലിയൊരു ഇതായിരിക്കും. പക്ഷേ ഇന്ന് മിനിമം ഡിഗ്രി എങ്കിലും നമ്മുടെ കയ്യിൽ വേണം, ഏത് പ്രൊഫഷണലാണെങ്കിലും. പിന്നെ മാസ്റ്ററും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതും ഡയറക്റ്റ് നമ്മൾ പ്രൊഫഷണലിലോട്ട് വരാം. അപ്പോൾ എൻ്റെ സജഷൻ, നിങ്ങൾ +2 കഴിഞ്ഞതും ഡിഗ്രി ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിൽ ഒരു ബിഗിനറാണെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്കൊരു ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള, മൾട്ടിമീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി എന്തായാലും ചെയ്യാം. ബിസ്കോം ചെയ്യുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പോലുള്ള വീഡിയോ പ്രൊഡക്ഷൻസ് കൂടി പഠിക്കാം. സോ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനും വീഡിയോ പ്രൊഡക്ഷനും രണ്ടും ഒന്നിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് നല്ലൊരു എന്താ പറയുക, പോർട്ട്ഫോളിയോ നല്ലൊരു സ്ട്രെങ്ത്താണ് പോർട്ട്ഫോളിയോയ്ക്ക്. കാരണം ഇപ്പോൾ കമ്പനീസ് എല്ലാം, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ് എല്ലാം, അവർക്ക് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അയാൾക്ക് ഗ്രാഫിക് ഡിസൈൻ അറിഞ്ഞിരിക്കണം എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യും, വീഡിയോസ് അറിഞ്ഞിരിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യും. സോ അവരുടെ ഓൺ വീഡിയോസ്, ഇൻ ഹൗസ് വീഡിയോസ്, പ്രൊഡക്ഷൻ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഒരാളെ അവർ കിട്ടുമ്പോൾ അവർ എന്തായാലും കൺസിഡർ ചെയ്യും. ഇപ്പോൾ ദുബായിലാണെങ്കിലും
ഇന്ത്യയിലാണെങ്കിലും ഇതൊരു എന്താ പറയുക, ഇത് രണ്ടും ഒരുമിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മൾട്ടിമീഡിയയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാണ്. മീൻസ് ആരും സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല, എന്നാലും നമുക്ക് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം, നമ്മൾ പഠിച്ചു എന്നുള്ളൊരു തെളിവിന്. പക്ഷെ നമ്മുടെ വർക്കാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ നോക്കുക. ഡിഗ്രി നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓൺ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കുന്ന വർക്ക്സ് ഉണ്ടാവുമല്ലോ, അതിന് പുറമെ നിങ്ങളുടെ ഓൺ വർക്ക്സ്, നിങ്ങളുടെ ഓൺ ബ്രാൻഡ്. ഇപ്പോൾ സഹീറാണ് നിങ്ങളുടെ പേര്, സോ എസ് വെച്ചിട്ടൊരു ബ്രാൻഡ്, അത് നിൻ്റെ ബ്രാൻഡ്, നിൻ്റെ കമ്പനി എന്ന് ചിന്തിച്ചിട്ട് നിൻ്റെ പ്രൈവറ്റ് വർക്ക്സ് ഉണ്ടല്ലോ, അതായത് വീട്ടിൽ ചെയ്യുന്ന നിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ലോഗോ വെച്ച് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാർക്കറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആൾസോ എ മാർക്കറ്റിംഗ്. അതായത് നിങ്ങളുടെ സെൽഫ് മാർക്കറ്റിംഗ് ആണ്. സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സഹീർ, ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ വീണ്ടും പലരോടും ചോദിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. നന്ദി.